വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ്, ബ്ലഡ് റിലേഷൻ. ശരി, കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ തോന്നിയല്ലേ? കാരണം നിങ്ങൾക്ക് കേൾക്കും, ആ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? കാരണം ശരിക്കും നമ്മുടെ ലൈഫുമായിട്ട് വളരെ ബന്ധമുള്ള ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ. നമുക്കറിയാം, ശരിക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മളുടെ പേരൻസിനെ കാണുന്നു, നമ്മളുടെ ബന്ധുക്കളെ കാണുന്നു, അങ്ങനെ നമ്മളുടെ കസിൻസ്. ശരിക്കും ഈ ഒരു ടോപ്പിക്ക് ശരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശമുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ടോപ്പിക് പഠിക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കണം. ഓക്കെ, പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ബാങ്ക് എക്സാം എടുക്കണം, നമുക്കറിയാം ക്ലർക്ക് ഉണ്ട്, PO ഉണ്ട്, അതിൽ തന്നെ മെയിൻസ് ഉണ്ട്, പ്രിലിംസ് ഉണ്ട്. ഈ 4 ടൈപ്പ് ഓഫ് എക്സാംസിലും ബ്ലഡ് റിലേഷൻ ചോദിക്കും. പ്രത്യേകിച്ചും ഇപ്പം ഒരു പ്രിലിമിനറി എക്സാം എടുക്കുകയാണെങ്കിൽ ക്ലർക്ക് ആയിക്കോട്ടെ, PO ആയിക്കോട്ടെ, അറൌണ്ട് 3 to 5 ക്വസ്റ്റ്യൻസ് ബ്ലഡ് റിലേഷൻ ഉറപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻസിലേക്ക് വരാൻ നേരത്തേക്കും അതും ക്ലർക്കോ PO ആയിക്കോട്ടെ, ഉറപ്പായിട്ടും ഒരു 5 ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻ കാണും. മേ ബി അത് ഫസ്റ്റിലോട്ട് ചേർന്നിട്ടായിരിക്കും, ബട്ട് എന്നാലും അത് ചോദിച്ചിരിക്കും. SSCയിലേക്ക് വരാൻ നേരത്തും അത് റെയിൽവേയിലേക്ക് വരാൻ നേരത്തും ഇൻഷുറൻസിലേക്കൊക്കെ വരാൻ നേരത്ത് അറൌണ്ട് 3ഓളം ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത എക്സാം ഇല്ലെന്ന് തന്നെ പറയാം. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ബ്ലഡ് റിലേഷൻ. നേരെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നേ ചില ബേസിക് കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്ലഡ് റിലേഷൻ എന്താ മീനിങ്? രക്തബന്ധം എന്ന് മലയാളത്തിൽ പറയും അല്ലേ? അപ്പോൾ ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാ ബന്ധങ്ങളും രക്തബന്ധങ്ങളാണോ? ശരിക്കും ആണോ? നമ്മുടെ എല്ലാ ബന്ധങ്ങളും രക്തബന്ധങ്ങളാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും രക്തബന്ധങ്ങൾ അല്ലാത്ത ബന്ധങ്ങളുണ്ടല്ലേ? ശരിക്കും നമ്മുടെ റിലേറ്റീവ്സ് നോക്കാൻ നേരത്ത് നമ്മുടെ ബ്ലഡ് റിലേഷൻ ഉണ്ട്, അല്ലാത്തവരുണ്ട്. നമ്മൾ അല്ലാത്തവർ എന്ത് വിളിക്കും? ഇൻലോസ് എന്ന് വിളിക്കും അല്ലേ? ഫാദർ ഇൻലോ, മദർ ഇൻലോ, ബ്രദർ ഇൻലോ, സിസ്റ്റർ ഇൻലോ അങ്ങനെ വിളിച്ച് പോകാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ ബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യമേ നമ്മുടെ ഇൻലോസിനെ കുറിച്ച് പറയാം. അതായത് നമ്മുടെ രക്തബന്ധമല്ലാത്ത അടുത്ത ബന്ധങ്ങൾ, അതാണ് ഇൻലോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓക്കെ, സോ നമ്മൾ ഇൻലോസ് എന്ന് പറയുമ്പം ഒന്നാമതായിട്ട് നമുക്ക് ഏതെഴുതാം? നമ്മുടെ ഫാദർ ഇൻലോ അല്ലേ? ഫാദർ ഇൻലോ, മദർ ഇൻലോ. എന്താ സംഭവം? അമ്മായി അച്ഛൻ, അമ്മായി അമ്മ എന്ന് പറയും. അതായത് ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ ഫാദർ ഇൻലോ, എൻ്റെ വൈഫിൻ്റെ അമ്മ മദർ ഇൻലോ. എൻ്റെ വൈഫിനാണെങ്കിലോ എൻ്റെ അച്ഛൻ ഫാദർ ഇൻലോ, എൻ്റെ അമ്മ മദർ ഇൻലോ. ക്ലിയർ അല്ലേ? സോ ഇൻലോസിൻ്റെ കേസ് പറയുമ്പം ഒന്നാമത്തേത് ഫാദർ ഇൻലോ, രണ്ടാമത്തേത് മദർ ഇൻലോ, മൂന്നാമത്തേതാ? വേറെ ഇൻലോസ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ടല്ലോ. ഏതാ? ബ്രദർ ഇൻലോ, സിസ്റ്റർ ഇൻലോ. നമ്മൾ അളിയൻ എന്നൊക്കെ അളിയൻ അല്ലെങ്കിൽ നാത്തൂൻ എന്നൊക്കെ വിളിക്കും അല്ലേ? ശരിക്കും ഈ ബ്രദർ ഇൻലോ എന്ന് പറയുമ്പം ബ്രദർ ഇൻലോ, ആക്ച്വലി ഈ ബ്രദർ ഇൻലോയിൽ ഒരു ചെറിയ കുരുക്കുണ്ട്. എന്തായിരിക്കും? ബ്രദർ ഇൻലോയിൽ മാത്രമല്ല, സിസ്റ്റർ ഇൻലോയിലും, ഞാൻ സിസ്റ്റർ ഇരുന്നുള്ളേ, അതിലുണ്ട് ഈ ഒരു കുരുക്ക്. എന്താ കുരുക്ക്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു അനിയത്തി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു അനിയത്തി ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഞാൻ പറയുവാണ്, ഞാൻ ഇന്നലെ എൻ്റെ ബ്രദർ ഇൻലോനെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് അസ്യൂം ചെയ്യും? ആക്ച്വലി ഇപ്പം മിക്കവരും അസ്യൂം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ സാറിൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അപ്പോൾ സാർ മീറ്റ് ചെയ്തിരിക്കുന്നത് സാറിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിനെ ആയിരിക്കും എന്നായിരിക്കും അസ്യൂം ചെയ്യുക. ആക്ച്വലി ഇത് മാത്രമേ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബ്രദർ ഇൻലോ എന്ന് പറയുമ്പം നമുക്ക് ആക്ച്വലി 2 പേര് വരും, 2 പേര് വരാം, 2 ബന്ധങ്ങൾ വരാം. ഏതൊക്കെയായിരിക്കും? ഒന്ന് ഓഫ് കോഴ്സ് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വരാം. രണ്ടാമത്തേതോ എൻ്റെ വൈഫിൻ്റെ ബ്രദറും എനിക്ക് ബ്രദർ ഇൻലോ തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെയാണ് സിസ്റ്റർ ഇൻലോയുടെ കേസിലും. ഇപ്പം എനിക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എനിക്ക് സിസ്റ്റർ ഇൻലോ ആയിരിക്കും. അതുപോലെ എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ എനിക്ക് സിസ്റ്റർ ഇൻലോ ആയിരിക്കും. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ ഇൻലോ, ബ്രദർ ഇൻലോ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളായിട്ട് അസ്യൂം ചെയ്യാൻ പാടില്ല. പകരം ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറയണം ഇതിൽ ആരാണെന്ന്. ഓക്കെ, നമ്മളെ കുഴപ്പിക്കാനായിട്ട് ചോദ്യത്തിൽ പറയും, ഓക്കെ ഏക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയും വേറെ ഇൻലോസിനെ എടുത്തിടും. അന്നേരം നിങ്ങൾ അസ്യൂം ചെയ്യരുത്, ഓക്കെ ബ്രദർ ഉണ്ടല്ലോ അപ്പം സിസ്റ്റർ ഇൻലോ എന്ന് പറയുമ്പോൾ ബ്രദറിൻ്റെ വൈഫ് ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യരുത്. മേ ബി ആ എയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരനായിരിക്കാം. സോ ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് കൃത്യമായിട്ട് ചോദ്യത്തിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു സംഭവം, ഒരു ക്ലൂ പറയുന്നവരെ നമ്മളോട്ട് അസ്യൂം ചെയ്യാനായിട്ട് പാടില്ല ഈ 2 പേരുടെയും കേസിൽ. ഓക്കെ അല്ലേ? വേറെ ഇൻലോസ് ഉണ്ടോ? ആക്ച്വലി നമ്മൾ ഇവർ രണ്ടുപേരും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കേസായിരുന്നു എന്ത്? ഫാദർ ഇൻലോ മദർ ഇൻലോ അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാരായിരിക്കും? സൺ ഇൻലോ
ഡോട്ടർ ഇൻ ലോ. ക്ലിയർ അല്ലേ? സോ സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പറയും മരുമകൻ, മരുമകൾ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ആക്ച്വലി 1 to 6 6 അല്ലേ? ഈ 6 ഇൻലോസ് ആണ് നമുക്ക് പൊതുവെ ഉള്ളത്. ആക്ച്വലി അപ്പം വേറെ ഉണ്ടോ ഇൻലോസ്? നമുക്ക് ഇല്ല അല്ലേ? സോ ഈ ഒരു 6 പേരെ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, ഈ 6 ബന്ധങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ 6 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബന്ധങ്ങളും ആക്ച്വലി നമ്മുടെ രക്തബന്ധങ്ങളാണ് അല്ലേ? നമ്മുടെ ബ്ലഡ് റിലേഷൻസ് ആണ്. സോ നമുക്കിനി നമ്മുടെ ബ്ലഡ് റിലേഷൻസിനെ പറ്റി ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? സോ നമുക്ക് തുടങ്ങാം. ബ്ലഡ് റിലേഷൻ ആരൊക്കെയാ? നമുക്ക് ആദ്യം അച്ഛൻ, അമ്മ അല്ലെ? ഫാദർ, മദർ. ഓക്കെ, ഒന്നാമത്തേത് ഫാദർ, രണ്ടാമത്തേത് മദർ, അടുത്ത ആരാണ്? ബ്രദർ, സിസ്റ്റർ അല്ലേ? നമുക്ക് ബ്രോ എന്ന് എഴുതാം, നാലാമത്തേത് സിസ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പം അച്ഛനായി, അമ്മയായി, സഹോദരൻ, സഹോദരിയായി. ഇനി ആരാ നമ്മുടെ രക്തബന്ധത്തിലുള്ളത്? യെസ്, മുത്തശ്ശൻ, മുത്തശ്ശി അല്ലേ? അഞ്ചാമതായിട്ട് ഗ്രാൻഡ് ഫാദർ, ആറാമതായിട്ട് ഗ്രാൻഡ് മദർ. ഓക്കെ അല്ലേ? ഏഴാമതായിട്ടോ ആക്ച്വലി നമ്മൾ അച്ഛൻ അമ്മയുടെ കാര്യം പറയാൻ നേരത്തെ നമ്മൾ പറയേണ്ട ഒരു കേസാണെന്ത്? മകൻ, മകൾ അല്ലേ? ശരിക്കും സണ്ണും ഡോട്ടറും. നമുക്ക് അതുകൊണ്ട് എഴുതാം. സണ്ണുണ്ട്, എട്ടാമതായിട്ട് ഡോട്ടർ. മകനും ഉണ്ട്, മകളും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പം ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദറിന്റെ കേസിൽ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പം അവിടെ ചെറിയൊരു കുരുക്കുണ്ട്. നമ്മുടെ ഇവരുടെ കാര്യം പറഞ്ഞ പോലെ, ഇൻലോ സിസ്റ്ററിലൂടെ കേസ് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ്. അതായത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എത്ര പേരുണ്ട്? 2 പേരുണ്ട്. സോ ഞാൻ ഒരിക്കലും നിങ്ങൾ നമ്മളായിട്ട് അസ്യൂം ചെയ്യരുത്. ഇപ്പം ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറെ കണ്ടു, അല്ലെങ്കിൽ എയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ബി എന്ന് പറയുമ്പം നിങ്ങളായിട്ട് അസ്യൂം ചെയ്യരുത്. നമുക്ക് ഒന്നെങ്കിൽ അച്ഛൻ്റെ അച്ഛനാവാം, അമ്മയുടെ അച്ഛനാവാം അല്ലേ? സോ അതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്ന് കേൾക്കുമ്പോൾ ചോദ്യത്തിൽ കൃത്യമായിട്ട് പറയണം, ഇതിൽ അച്ഛൻ്റെ അച്ഛനാണോ അമ്മയുടെ അച്ഛനാണോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞെങ്കിലേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ക്ലൂ എവിടെയെങ്കിലും ചോദ്യത്തിൽ കാണും, അതിന് കണ്ടുപിടിച്ചിട്ട് എഴുതാവുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അതൊക്കെ. അപ്പം ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാരായിരിക്കും? ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ അല്ലേ? അപ്പം ഗ്രാൻഡ് സണ്ണ് വരാം, 10ാമത്തായിട്ട് ഗ്രാൻഡ് ഡോട്ടർ വരാം. ഓക്കെ അല്ലേ? വേറെ ഏതാ ഉള്ളേ? ഇനിയുണ്ടോ? വേറെ ഉണ്ടോ? യെസ്, അങ്കിൾ വരാം അല്ലേ? അങ്കിൾ വരാം, 12ാമത്തേത് ആൻറ്റി വരാം അല്ലേ? ആക്ച്വലി ഈ അങ്കിൾ, ആൻറ്റി എന്ന് പറയുന്ന നേരത്തേക്കും ഇപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ ഏജ് വെച്ചാണ് പലപ്പോഴും അങ്കിൾമാരെയൊക്കെ നമ്മൾ അങ്കിൾ എന്ന് വിളിക്കാറല്ലേ, ആൻറ്റിമാരെയൊക്കെ. ഇപ്പൊ നമ്മുടെ സെയിം പ്രായത്തിലുള്ള നമ്മൾ എടാ, എടി എന്നൊക്കെ വിളിക്കും. കുറച്ചുകൂടെ നമ്മളെക്കാൾ ഒരു 10 വയസ്സൊക്കെ ആ ഒരു മൂപ്പുള്ളവരാണെങ്കിൽ നമ്മൾ ചേട്ടാ, ചേച്ചി എന്ന് വിളിക്കും. 10 വയസ്സ് കൂടുതലാണെങ്കിൽ നമ്മൾ അവരെ അങ്കിൾ, ആൻറ്റി എന്ന് വിളിക്കും. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വകഭേദമൊന്നുമില്ല. എന്നാൽ ഇവിടെ നമുക്ക് അങ്കിൾ എന്ന് പറയുമ്പോൾ ശരിക്കും ആരായിട്ടാ വരുന്നേ? നമ്മളുടെ പേരൻസിന്റെ സഹോദരങ്ങളാണ്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സഹോദരൻ എനിക്ക് അങ്കിളാണ്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ സഹോദരി, അമ്മയുടെ സഹോദരി എനിക്ക് ആൻറ്റിയാണ്. സോ അത് മനസ്സിൽ വേണം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്കിൾ എന്ന് പറയുമ്പോഴും ആൻറ്റി എന്ന് പറയുമ്പോഴും അവിടെയുണ്ട് 2 പേര്. എങ്ങനെയാണ്? അച്ഛൻ വഴിയും വരാം, അമ്മ വഴിയും വരാം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ ഗ്രാൻഡ് ഫാദറിന്റെ കേസ് പറഞ്ഞാൽ ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണ്? അതായത് അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ നമ്മൾ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നും, അമ്മയുടെ അച്ഛനാണെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നും പറയും. മനസ്സിലായോ? അപ്പം അമ്മ വഴിയാണെങ്കിൽ മെറ്റേണൽ എന്നും, അച്ഛൻ വഴിയാണെങ്കിൽ പെറ്റേണൽ എന്നും നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അത് അങ്കിളിന്റെ കേസിലും അത് ബാധകമാണ്. അങ്കിളിനെ നമുക്ക് എങ്ങനെ പറയാം? പെറ്റേണൽ അങ്കിൾ എന്ന് പറയാം, മെറ്റേണൽ അങ്കിൾ എന്ന് പറയാം. ഓക്കെ അല്ലേ? അതുപോലെ ആന്റിയുടെ കേസ് കേട്ടോ. ഓക്കെ, പിന്നെ ആരോ ഉള്ളേ? ശരിക്കും അങ്കിൾ, ആന്റി അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാരായിരിക്കും? നെഫ്യൂ, നീസ്. നെഫ്യൂ ഉണ്ട്, നീസ് ഉണ്ട്. ഓക്കെ അല്ലേ? നെഫ്യൂ ഉണ്ട്, നീസ് ഉണ്ട്. ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആണ്, ഇതിൽ ഏതാണ് ആണ്, ഏതാണ് പെണ്ണെന്ന്. മാറിപ്പോകരുത്. നെഫ്യൂ ആണ് ഇവിടെ മെയിൽ, നീസാണ് ഫീമെയിൽ. ഓക്കെ, അത് മാറിപ്പോകരുത്. നെഫ്യൂ മെയിലും നീസ് ഫീമെയിലും ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ആക്ച്വലി ആരാണ് നെഫ്യൂ, നീസ്? നമ്മളത് പറഞ്ഞില്ലല്ലോ അല്ലേ?
ഓക്കെ, ആരാ നെഫ്യൂ നീസും? നെഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ നെഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ മകൻ, മീൻസ് അപ്പോൾ അവൻ ഞാനാരാ? അങ്കിൾ. മനസ്സിലായോ? അപ്പം ആക്ച്വലി അങ്ങോട്ട് അങ്കിളും ആൻറ്റി ആണെങ്കിൽ ഇങ്ങോട്ട് നെഫ്യൂ ന്യൂസും. മനസ്സിലായോ? അതായത് നമ്മുടെ അങ്കിളിന് നമ്മൾ നെഫ്യൂ ന്യൂസോ ആയിരിക്കും. മനസ്സിലായോ? അപ്പം എൻ്റെ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ മകനോ മകളോ ആണ് നെഫ്യൂ ന്യൂസും. ക്ലിയർ അല്ലേ? അതാണ് നെഫ്യൂവിൻ്റെ ന്യൂസിൻ്റെ ഇത്. വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഏകദേശം ബ്ലഡ് റിലേഷൻ തന്നെ 14 ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ബന്ധങ്ങളുണ്ടോ? ഉണ്ടോ? ഒരു കൂട്ടരുണ്ട്. കിട്ടിയോ? ഏതാന്ന്? ഒരു കൂട്ടരുണ്ട്. അതാണ് നമ്മളുടെ കസിൻസ്. ഓക്കെ അല്ലേ? കസിൻസ്. ആരാ കസിൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും മക്കളാണ് അല്ലേ കസിൻസ് എന്ന് പറഞ്ഞാൽ. അവർക്ക് നമ്മളും കസിൻസ് ആണ്. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസ് തന്നെയാണ്. അപ്പം കസിൻസ്, അതായത് നമ്മുടെ അങ്കിളിൻ്റെയും അച്ഛൻ്റെ സഹോദരങ്ങളുടെ മക്കളാണ് കസിൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആക്ച്വലി ഇത്രയും പേരാണ് നമ്മുടെ ബ്ലഡ് റിലേഷനിൽ പെടുന്നത്. ആക്ച്വലി ഇത്രയും ഉള്ളതെന്ന് വെച്ചാൽ ഇത്രയൊന്നും അല്ല കേട്ടോ. ശരിക്കും നമ്മുടെ ബന്ധങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് കാണും, ഒരുപാട് വാസ്റ്റായിട്ട് കാണും. പക്ഷെ എന്നാൽ നമുക്ക് പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്നൊരു ഈ ഒരു ടോപ്പിക് ആക്ച്വലി ഇത്രയും ബന്ധങ്ങളാണ് കവർ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, കണ്ടമാനം ഒരുപാട് ബന്ധങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും ബന്ധങ്ങളെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ആക്ച്വലി ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധങ്ങൾ ഡൗട്ട് ഉണ്ടോ? ആക്ച്വലി ഇല്ലെന്നാണ് വിശ്വാസം. കാരണം നിങ്ങൾ ഓൾറെഡി കേട്ട് പരിചയമുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ബന്ധങ്ങൾ തന്നെയാണ് ഇതല്ലേ. ഓക്കെ, സോ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ആക്ച്വലി നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ അറൗണ്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ നിങ്ങളെ നത്തിങ് ന്യൂ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പൊടിയിട്ട് എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. സോ ഇനി എന്താണ് ഇവിടെ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ഞാനിപ്പം ചോദിക്കുകയാണ്, ഇപ്പം മൈ ഫാദേഴ്സ് വൈഫ്സ് ഡോട്ടർ എനിക്ക് ആരാണ്? മൈ ഫാദേഴ്സ് വൈഫ്സ് ഡോട്ടർ എനിക്ക് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈ ഫാദേഴ്സ് എൻ്റെ അച്ഛൻ്റെ വൈഫ്, എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ ഡോട്ടർ, മകൾ എന്ന് പറയുമ്പോൾ ആരായിട്ട് വരും? എൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ മകൾ എന്ന് പറയുമ്പം എൻ്റെ സഹോദരിയായിട്ട് വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 12 into 14 12 into 2 എത്ര വരും? നിങ്ങൾ പറയും 24. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. 13 into 3 എത്ര വരും? 39. അതിനും അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുവാണ് 264 into 392 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ വിത്ത് യൂസ് ഓഫ് പെൻ ആൻഡ് പേപ്പർ നമ്മൾ അത് ചെയ്ത് നോക്കും അല്ലേ. പിന്നെ നമ്മുടെ എക്സാമിന് കാൽക്കുലേറ്റർ പറ്റാത്തതുകൊണ്ട് നമുക്ക് എന്തേ വഴിയുള്ളൂ? പേനയും പേപ്പറും വെച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറ്റിയത്? ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യും, വലുതാണെങ്കിൽ നമ്മൾ പേനയും പേപ്പർ യൂസ് ചെയ്യും. അത്ര ഇവിടെയും ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞാൻ പറയട്ടെ, ചെറിയ ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ മൈൻഡ് ചെയ്യാം. ഓക്കെ, മൈ ഫാദേഴ്സ് വൈഫ്സ് സിസ്റ്റർ ഡോട്ടർ, ഓക്കെ, നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഞാൻ കുറച്ച് വലിയ ബന്ധങ്ങൾ പറഞ്ഞാൽ, അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കണക്ഷൻ വിട്ടു, പിന്നെ മൈൻഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. സോ അങ്ങനത്തെ കേസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് നമ്മൾ കണക്കിൽ എന്ത് ചെയ്യുമോ അതുപോലെ തന്നെ എന്താണ്, പേനയും പേപ്പർ വെച്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? സോ അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കാനാണ് എൻ്റെ പരിപാടി. അതാണ് ഈ ക്ലാസ്സിൻ്റെ ആക്ച്വലി ഉദ്ദേശം. മനസ്സിലായോ? നിങ്ങൾക്ക് വലിയ വലിയ റിലേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ യൂസിങ് പെൻ ആൻഡ് പേപ്പർ ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പം കണക്കിലാണെങ്കിൽ നമുക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെ കുറേ ഇതുണ്ട്. ഇവിടെയും അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്, അതൊന്ന് പഠിപ്പിക്കണം. അത്രേ ഉള്ളൂ കാര്യം. ക്ലിയർ അല്ലേ? സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ സ്ലൈഡിൽ നിങ്ങൾ കണ്ടു കാണും, അറൗണ്ട് ബ്ലഡ് റിലേഷൻ തന്നെ ഒരു 15 ഉണ്ടായിരുന്നു. ഇൻലോസ് ആയിട്ട് ഒരു 6 ഉണ്ടായിരുന്നു. 15 or 21 ബന്ധങ്ങൾ അപ്പം തന്നെ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയാത്തൊരു ബന്ധമുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ 22 ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 22 ബന്ധങ്ങൾ. അപ്പോൾ ആ 22 വരയ്ക്കാൻ പഠിക്കണോ? അതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു ചോദ്യം. നമ്മൾ വരയ്ക്കാൻ പഠിക്കുക എന്ന് പറയുമ്പം ആ 22 പേരും വരയ്ക്കാൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി ഉണ്ടോ? ആക്ച്വലി ഇല്ല. നമ്മൾ 22 പേരും വരയ്ക്കാനായിട്ട് പഠിക്കണ്ട. നമ്മൾ എത്ര പേര് വരയ്ക്കാൻ പഠിച്ചാൽ മതി? ഇതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള 3 പേര് പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം കണക്കിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇൻഫിനിറ്റി ആണോ അതോ അതിനൊരു എണ്ണം ഉണ്ടോ? ആക്ച്വലി നമ്പർ ഓഫ് ഡിജിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 10 എന്ന് പറയാം അല്ലേ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. അങ്ങനെ 10 ഡിജിറ്റ് ഉണ്ട്. എന്നാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ? അത് ഇൻഫിനിറ്റിയാണ്. നമുക്ക് എത്ര നമ്പർ വേണമെങ്കിലും ഉണ്ടാക്കാം. ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ നമ്പർ ആണെങ്കിലും നമുക്കത് ഉണ്ടാക്കാനായിട്ട്
10 ഡിജിറ്റ് പോരെ. നമ്മളെ 10 ഡിജിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എത്ര വലിയ നമ്പറും ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അതേ കേസാണ് ഇവിടെയും. അതായത് നമ്മൾ എത്ര വലിയ റിലേഷൻ ആണെങ്കിലും നമ്മളൊരു 3 പേരെ പഠിച്ചാൽ മതി. നമ്മളൊരു 3 റിലേഷൻ വരയ്ക്കാൻ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ബാക്കി ആരെയും ഏത് റിലേഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ ഈ ബോഡി വരച്ച് 21 വരെ വരയ്ക്കാൻ പഠിക്കുന്നില്ല. നമ്മൾ ഒരു 3 വരെ വരയ്ക്കാൻ പഠിക്കുന്നുള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 വരെ വരയ്ക്കാൻ പഠിക്കുന്നുള്ളൂ. അതോടെ നമ്മൾ ബാക്കി എല്ലാവരും വരയ്ക്കാനായിട്ട് പഠിക്കും. തുടങ്ങിയാലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ ആയിരിക്കും ആ 3 പേര്? ആ 3 ബേസിക് റിലേഷൻസ് ഏതൊക്കെ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 വ്യത്യസ്ത റിലേഷൻസാണ്. ഒന്നാമത്തേത് നമ്മൾ എവിടെയും ഇതുവരെ പറയാതിരുന്ന റിലേഷനാണ്. ഏതാണ്? കപ്പിൾസിന്റെ. മനസ്സിലായോ? കപ്പിൾസ്. അതായത് നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻലോസിന്റെ കാര്യം പറഞ്ഞു, ബ്ലഡ് റിലേഷൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ രണ്ടും നമ്മൾ ഇവരെ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ആക്ച്വലി കപ്പിൾസ് ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ രക്തബന്ധമാണോ? രക്തബന്ധമല്ല. എന്നാൽ ഇൻലോസ് ആയിട്ട് വരുമോ? ഇൻലോസ് ആയിട്ട് നമ്മൾ ഒരിക്കലും വൈഫ് ഇൻ ലോ എന്ന് പറയില്ലല്ലോ, ഹസ്ബൻഡ് ലോ എന്ന് പറയാറില്ലല്ലോ. നമ്മുടെ ഹസ്ബൻഡ് വൈഫ് അല്ലേ. അപ്പം ആക്ച്വലി ഇവരുടെ റിലേഷൻ അതൊരു വേറൊരു ലീഗാണ്. മനസ്സിലായില്ലേ? ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എൻ്റയർലി ഒരു ഡിഫറെന്റ് സെക്ടറാണ്. എല്ലാത്തിൻ്റെയും ബേസ് ആണല്ലേ, സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്, എല്ലാത്തിൻ്റെയും ബേസ് ആണ്. സോ കപ്പിൾസ് ആണ് ഒന്നാമത്തെ റിലേഷൻ. നമ്മൾ കപ്പിൾസിന് വരയ്ക്കാനായിട്ട് പഠിക്കണം. ഓക്കെ. രണ്ടാമത്തേതാണ് ഏതാണെന്നറിയാവോ? സിബ്ലിങ്സ്. ഓക്കെ അല്ലേ? മൂന്നാമത്തേതാണ്, അതാണ് പേരന്റ് ചൈൽഡ്. ഓക്കെ, പേരന്റ് ചൈൽഡ് റിലേഷൻ. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ 3 പേരെ വരയ്ക്കാൻ പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് കപ്പിൾസിനെ വരയ്ക്കാൻ പഠിക്കാം. ഈ കപ്പിൾസിനെ വരയ്ക്കാൻ പഠിക്കുക എന്ന് പറയുമ്പം പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എല്ലാ ബന്ധങ്ങളുടെയും ഒരു ബേസാണ്, ഒരു ബേസിക്, ഒരു സ്ട്രോങ് ബോണ്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു. സോ നമുക്കറിയാം, ഈ ബോണ്ട് എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നത് കെമിസ്ട്രിയിലാണല്ലേ. 10 കെമിസ്ട്രിയിൽ, 10 ശരിക്കും 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ നമ്മൾ കെമിക്കൽ ബോണ്ടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. കോവാലൻ ബോണ്ട്, അയണിക് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് സിംഗിൾ ബോണ്ട് പഠിക്കാറില്ലേ. അപ്പോൾ നമ്മൾ കപ്പിൾസിന് നമ്മൾ സ്ട്രോങ് ബോണ്ടാണ് നമ്മൾ കാണിക്കുന്നത് ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, ഡബിൾ ബോണ്ട് വെച്ചിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുവാണ്, ഇപ്പം എ ഇസ് ദി ഹസ്ബൻഡ് ഓഫ് ബി, നമ്മൾ എങ്ങനെ വരയ്ക്കും? ഓക്കെ, സോറി, അതിനു മുന്നേ വേറൊരു കാര്യം, പ്രധാന കാര്യം നമുക്ക് വരയ്ക്കാനുണ്ട്. അത് പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വരാനായിട്ട്. വേറൊന്നുമല്ല, നമുക്ക് ആദ്യം സെക്സ് വരയ്ക്കാൻ പഠിക്കണ്ടേ? മീൻസ് ആണിനെയും പെണ്ണിനെയും അത് വേർതിരിച്ചറിയണ്ടേ? നമുക്ക് എ ഇസ് ദ മെയിൽ എന്ന് പറയാൻ നേരത്തെ നമുക്ക് അത് വരയ്ക്കണ്ടേ? അതുപോലെ ബി ഇസ് ദ ഫീമെയിൽ അത് വരയ്ക്കണ്ടേ? നമുക്ക് എ മെയിൽ ആണെന്നും ബി ഫീമെയിൽ ആണെന്നും നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയണ്ടേ? സോ നമുക്ക് ആദ്യം അതിലേക്കൊന്ന് പോകാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞു, ഇപ്പം എ ഒരു മെയിലാണ്, ബി ഒരു ഫീമെയിൽ ആണ് എന്നിരിക്കട്ടെ. നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എ ഒരു മെയിൽ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, എ എം എന്നിടാം. ഓക്കെ അല്ലേ? അതുപോലെ ബിക്ക് നമ്മൾ എഫ് എന്ന് ഇടാം, വേറൊരു ഓപ്ഷനാണ്. ഇനി എക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലസ് ഇടാം, ബിക്ക് വേണമെങ്കിൽ നമുക്കൊരു മൈനസ് കൊടുക്കാം, അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ എക്ക് നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം, ബിക്ക് നമുക്കൊരു സർക്കിൾ കൊടുക്കാം. അപ്പൊ എ മെയിലും ബി ഫീമെയിലും ആണെങ്കിൽ നമുക്ക് പലതരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. എ എമ്മും ബി എഫ് എന്ന് കൊടുക്കാം, എ പ്ലസ് ബി മൈനസ് എന്ന് കൊടുക്കാം, എ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം, ബി സർക്കിളിൽ ഇടാം. ഇതിൽ ഏതായിരിക്കും നമുക്ക് നല്ലത്? ആക്ച്വലി ഇതെല്ലാം നല്ലതാട്ടോ, കാരണം ഇത് 3 ടൈപ്പിലും പഠിക്കുന്ന ആളുകളുണ്ട്. ബട്ട് എന്നാലും നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏതായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആക്ച്വലി ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഏതായിരിക്കും? ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇവനെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവനെ റെക്കമെൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ ബാക്കി തെറ്റാണെന്നല്ല കേട്ടോ, ബാക്കിയൊന്നും തെറ്റല്ല, ബാക്കി എല്ലാം ശരി തന്നെയാണ്. ബട്ട് എന്നാലും ഇപ്പം നിങ്ങൾ ബ്ലഡ് റിലേഷൻ ഇതുവരെ തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ, ഈ വീഡിയോ കാണുന്നവർ, ഇപ്പം ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം, ഇപ്പം മേ ബി ഇപ്പം ചില കുട്ടികൾ ഓൾറെഡി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ശീലിച്ചവരുണ്ടായിരിക്കാം. നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ളൊരു കുഴപ്പമില്ല, കാരണം തെറ്റാണെന്ന് ഇവിടെ പറയുന്നില്ല, അതൊക്കെ ശരി തന്നെയാണ്. ബട്ട് എന്നാലും നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക, കുറച്ചുകൂടെ സമയം ലാഭിക്കാനായിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്ലഡ് റിലേഷൻ ചോദ്യത്തിനകത്ത് നമുക്കറിയാം അറൗണ്ട് 1-2 പേരല്ലേ ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റിനിൽ തന്നെ അറൗണ്ട് ഒരു 4, 5, 6 പേര് കാണും. ഓക്കെ, 6ഓളം പേര് കാണും. അപ്പൊ നമുക്ക് ഓരോരുത്തരെയും വരയ്ക്കാൻ നേരം നമുക്ക് അവിടെ സെക്സ് കൂടെ വരയ്ക്കേണ്ടി വരും. അന്നേരം നമുക്കിപ്പം ഒരു എ മെയിൽ ആണെങ്കിൽ എനെ വരച്ച് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 2+ ഇട്ടാൽ മതി. ഇപ്പൊ ബീനെ വരച്ച് നമ്മൾ ഒരു സർക്കിൾ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മൈനസ് ഇട്ടാൽ മതി. അന്നേരം അത്രയും കൂടി കുറച്ച് മില്ലി സെക്കൻഡ്സ് ലാഭിക്കാം. അതിന് നമുക്ക് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വാല്യൂ ഉണ്ട്. കാരണം
പലപ്പോഴും ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചറിയാം, ചില കുട്ടികൾ പറയും, അയ്യോ സാർ എനിക്ക് എൻ്റെ ഉത്തരം അറിയാമായിരുന്നു, പക്ഷെ കുത്താൻ നേരത്തേക്കും സമയം കഴിഞ്ഞു പോയി എന്ന് പറയാറുണ്ട്. ഉത്തരം അറിയാമായിരുന്നു, പക്ഷെ കുത്തുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി. ആക്ച്വലി അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എക്സാം കയറിപ്പോയനെ. കാരണം ചില കുട്ടികൾക്കൊക്കെ എക്സാം കിട്ടാതെ പോകുന്നത് 4 മാർക്കിനൊക്കെ ആയിരിക്കും. മേ ബി ആ ഒരു ഉത്തരം കുത്തിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഉഷാർക്ക് കിട്ടിപ്പോയനെ. അവിടെയൊക്കെയാണ് നമുക്ക് ആ ഒരു സെക്കൻഡ്സിന്റെ ആ ഒരു വാല്യൂ മനസ്സിലാവും. സോ അങ്ങനെ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇത് ശീലിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സമയം മേ ബി ഒരു 1-2 സെക്കൻഡ്സ് ലാഭിക്കാം. മനസ്സിലായില്ലേ? അത് വലിയൊരു ഇതാണെന്നല്ല പറയണേ. ഇപ്പം ഇത് പഠിച്ച ഒരു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, ഒരിക്കലും മാറ്റം നിൽക്കണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതാനാണ്. ഓക്കെ, സോ നമുക്ക് തൽക്കാലത്തേക്ക് എക്ക് പ്ലസ് എന്നും ബിക്ക് മൈനസ് എന്നും കൊടുത്ത് പോകാം. ഓക്കെ അല്ലേ? സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ വീണ്ടും കപ്പിൾസിലേക്ക് എത്താം. ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ട് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുകയാണ് എ ഇസ് എ മെയിൽ, ബി ഇസ് എ ഫീമെയിൽ. എങ്ങനെ കാണിക്കും? ഇപ്പോൾ എ ഇസ് എ മെയിൽ ആണെങ്കിൽ എങ്ങനെ കാണിക്കും? എ എഴുതുന്നു, മെയിൽ അല്ലേ? ഓക്കെ, ബി ഇസ് എ ഫീമെയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിച്ചത് എ ഇസ് എ കപ്പിൾ ഓഫ് എ ആൻഡ് ബി ആർ കപ്പിൾസ് എന്നാണ്. എങ്ങനെ കാണിക്കും നമ്മൾ? എ ആൻഡ് ബി ആർ കപ്പിൾസ്, എയും ബിയും കപ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ എഴുതിയാൽ മതി, കപ്പിൾസ് അല്ലേ? സോ നമ്മൾ ഡബിൾ ബോണ്ട്. ഇനി പറയണം എ ഇസ് ദി ഹസ്ബൻഡ് ഓഫ് ബി. എങ്ങനെ എഴുതും? എ ഇസ് ദി ഹസ്ബൻഡ് ഓഫ് ബി. ഇവിടെ എന്താ വ്യത്യാസം? എ എഴുതുന്നു, ഡബിൾ ബോണ്ട്, ഹസ്ബൻഡ് അല്ലേ, ഡബിൾ ബോണ്ട് എഴുതുന്നു, ബി എഴുതുന്നു. ഇത്രയും മതിയോ? പോരാ. എന്താ വ്യത്യാസം? നേരത്തെ പറഞ്ഞത് കപ്പിൾസ് ആണെന്നാ. കപ്പിൾസ് എന്ന് പറയുമ്പം അവിടെ അതിൽ ആരാണ് മെയിൽ ആരാ ഫീമെയിൽ നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എ ഇസ് ദി ഹസ്ബൻഡ് ഓഫ് ബി എന്നാണ് പറയുന്നത്. എ ഹസ്ബൻഡ് ആണ്, സോ എക്ക് അവിടെ ഒരു മെയിൽ ക്യാരക്ടർ ആയതുകൊണ്ട് പ്ലസ് കൊടുക്കാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി ബി എന്താവും? മൈനസ് ആവും. കാരണം എ ഹസ്ബൻഡ് ആണെങ്കിൽ ബി എന്തായിരിക്കും? വൈഫ് ആയിരിക്കും. മനസ്സിലായോ? സോ അത് ശ്രദ്ധിച്ചോണം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്കിനി അടുത്തതിലേക്ക് കടക്കാം. അടുത്ത എന്തായിരുന്നു? അടുത്താണ് നമ്മുടെ സിബ്ലിങ്സ്. ഓക്കെ അല്ലേ? സിബ്ലിങ്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബ്ലിങ്സ് എന്ന് പറയുമ്പോഴും ആക്ച്വലി നമ്മുടെ കപ്പിൾസിനെ പോലെ തന്നെ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ്. സോ നമുക്ക് അവർക്കും ഒരു ബോണ്ട് തന്നെയാണ് കാണിക്കേണ്ടതും. ശരി, ഡബിൾ ബോണ്ട് അല്ല, സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഒരു നമുക്ക് കറുപ്പി വരയ്ക്കാം അല്ലേ? നമ്മൾ മറ്റേതും കറുപ്പി വരയ്ക്കണമെങ്കിൽ ഇതും കൂടി നമുക്ക് കറുപ്പിലേക്ക് അങ്ങാക്കാം. ഓക്കെ അല്ലേ? സിംഗിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ സിബ്ലിങ്സിനെ നമുക്ക് സിംഗിൾ ബോണ്ട് വെച്ചാണ് കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? സിംഗിൾ ബോണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണ് എ ആൻഡ് ബി ആർ സിബ്ലിങ്സ്. എന്ത് വരച്ചാൽ മതി? എയും ബി സിബ്ലിങ്സ് ആണെങ്കിൽ എ സിംഗിൾ ബോണ്ട് ബി. ഓക്കെ അല്ലേ? ഇനി പറയുകയാണ് എ ഇസ് ദി ബ്രദർ ഓഫ് ബി. നമുക്ക് എന്ത് ചെയ്യാം? എ എഴുതുന്നു, പ്ലസ് എഴുതുന്നു, സിംഗിൾ ബോണ്ട് ബി എഴുതുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബി മൈനസ് വരുമോ? ഇല്ല. കാര്യം എ ബ്രദറാന്നേ പറഞ്ഞിട്ടുള്ളൂ. ബിയുടെ സെക്സ് മെയിൽ ആവാം ഫീമെയിൽ ആവാം. സോ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ നമ്മളുടെ സിബ്ലിങ്സിന്റെ കാര്യത്തിൽ. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും റിലേഷൻ ഏതാണ്? പേരന്റ് ചൈൽഡ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കപ്പിൾസിന്റെയും സിബ്ലിങ്സിന്റെയും ഒരു റിലേഷൻ വെച്ച് നോക്കുമ്പം ഈ പേരന്റ് ചൈൽഡിന്റെ ഒരു പ്രത്യേകത എന്താ? അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ, ഇപ്പം എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി, എൻ്റെ അമ്മ, ശരിക്കും ഈ 3 പേരെ എടുക്കാൻ നേരത്ത് ഞാനും അമ്മയുള്ള റിലേഷൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇപ്പം എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി, ഇവർ രണ്ടുപേരും നോക്കാൻ നേരത്ത് ഞാനും എൻ്റെ അമ്മയായിട്ടുള്ള റിലേഷൻ്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താ പ്രത്യേകത? പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ പേരന്റ് ചൈൽഡ് റിലേഷനിൽ പേരന്റ് വരുന്നത് ആക്ച്വലി വേറെ ജനറേഷൻ ആണല്ലേ? അല്ലെ, നമ്മൾ അവരുടെ ജനറേഷൻ വേറെയാ. ഇപ്പം നമ്മുടെ കപ്പിൾസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഭാര്യ സഹോദരി രണ്ടുപേരും എൻ്റെ സെയിം ജനറേഷനാ അല്ലേ? ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ജനറേഷനാ അല്ലേ? മനസ്സിലായോ? സോ ഇവർ രണ്ടുപേരും കപ്പിൾസ് ആയിക്കോട്ടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ നമ്മുടെ സെയിം ജനറേഷനാണ്. പക്ഷെ പേരന്റ് ചൈൽഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പേരൻസ് വേറെ ജനറേഷനാണ്. അതേത് ജനറേഷൻ? നമ്മളെക്കാൾ മുകളിലാണോ താഴെയാണോ? തീർച്ചയായിട്ടും നമ്മളെക്കാൾ മുകളിലാണ്. സോ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ കാണിക്കണം. അത് നമ്മളവിടെ കാണിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ഈ ഒരു ഗ്യാപ്പാണ് കാണിക്കേണ്ടത്, ജനറേഷൻ ഗ്യാപ്പ്. കാരണം അവർ നമ്മളെക്കാളും മേളിലാണ്. മനസ്സിലായോ? അപ്പം പേരന്റ് ചൈൽഡിനകത്ത് അവർ പേരന്റ് എന്ന് പറയുന്നത് ചൈൽഡിനേക്കാളും മുകളിലത്തെ ജനറേഷനാണ്. സോ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ കാണിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇത്ര ഓക്കെ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇപ്പം എ ഇസ് ദി ഫാദർ ഓഫ് ബി. എങ്ങനെ വരും? എ എഴുതുന്നു, പ്ലസ് എഴുതുന്നു, ബി എഴുതുന്നു. മനസ്സിലായി? ഗ്യാപ്പ് കാണിച്ചു. ഇവിടെ ഞാൻ വേറൊരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പം ഇത് ചോദ്യം വായിച്ചിട്ട് ചില കൺഫ്യൂഷൻ വരും. ഇപ്പം എ ഇസ് ദി ഫാദർ ഓഫ് ബി, എൻ എവിടെ എഴുതണം? മേളിലാണോ താഴെയാണോ എന്നൊക്കെ പെട്ടെന്ന് ഡൗട്ട് വന്നാൽ നിങ്ങളൊന്ന് മലയാളത്തിൽ പറഞ്ഞ് നോക്കിയാൽ മതി.
എ ബിയുടെ അച്ഛനാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ മേളത്തെ ഇൻട്രഷൻ ആണ്. സോ എനെ മേളിൽ എഴുതുക, ബിനെ താഴത്ത് എഴുതുക. അച്ഛനായതുകൊണ്ട് ആ ഒരു സെക്സ് കാണിച്ചേക്കണം. പിന്നെ ബീനെ നമ്മൾ ബിയുടെ സെക്സ് പറഞ്ഞിട്ടില്ല, മെയിലാണ് ഫീമെയിലാണ് പറയാത്തതുകൊണ്ട് നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ. ഇത് മൂന്നും, ഈ ഒരു 3 പേര് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചാൽ ക്ലിയർ അല്ലേ? കപ്പിൾസ് ആകുമ്പോൾ ഡബിൾ ബോണ്ട്, സിബ്ലിംഗ്സ് ആണ് സിംഗിൾ ബോണ്ട്, പേരന്റ് ചൈൽഡിൽ നമ്മൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് കാണിക്കും, ചൈൽഡ് താഴത്തും പേരന്റ് മേളിലും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ആക്ച്വലി നമുക്ക് പഠിക്കാനായിട്ട്. ആക്ച്വലി ഈ ഒരു സംഭവം എന്തിനാണിത്? ശരിക്കും ഇത് ഫാമിലി ട്രീയിലേക്ക്, അതായത് നമുക്ക് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മൈൻഡ് ചെയ്യാൻ പാടായിരിക്കും. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫാമിലി ട്രീ യൂസ് ചെയ്യും. ആ ഫാമിലി ട്രീ വരയ്ക്കണമെങ്കിൽ ചില ഐറ്റംസ് ആവശ്യമാണ്, ചില സംഭവങ്ങൾ നമ്മൾ വരയ്ക്കാൻ പഠിക്കണം. അത് പഠിപ്പിക്കാനുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിവിടെ കഴിഞ്ഞു. സോ ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ബ്ലഡ് റിലേഷൻ ചോദ്യങ്ങൾ എന്തും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാൽ പോലും നേരത്തെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചില വെറൈറ്റി ചോദ്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് എല്ലാത്തിനും നമുക്ക് സമയമില്ല. സോ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഈ ഫാമിലി ട്രീ വെച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞത് നമ്മൾ ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താ പറയുക, ഓരോരുത്തരെയും ഈ 3 പേര് വരയ്ക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും നമുക്ക് അത് വരയ്ക്കാനായിട്ട് ഇവരെ 3 പേര് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതെങ്ങനെ സാധിക്കും? ഇപ്പൊ ഒരു ബന്ധം പറഞ്ഞു, നിങ്ങൾ പറയുവാണെങ്കിൽ എന്താ പറയാ, അങ്കിൾ എടുക്കാം. നമുക്ക് അങ്കിളിനെ എടുക്കാം. എന്റെ അങ്കിൾ ആരാ? ഇപ്പൊ ഞാൻ പറയാം, എന്റെ പെറ്റേണൽ അങ്കിൾ, എന്റെ അച്ഛന്റെ സഹോദരൻ. എങ്ങനെ വരും? എന്റെ അച്ഛന്റെ സഹോദരൻ. എങ്ങനെ വരും? എന്റെ അച്ഛൻ മകൻ. അച്ഛന്റെ സഹോദരൻ, സിബ്ലിങ്സ്. ക്ലിയർ ആയില്ലേ? ഇനി എന്റെ കസിൻസ്. ഇപ്പം ഇരിക്കട്ടെ, എന്റെ അച്ഛന്റെ സഹോദരന്റെ മകനാന്ന് വിചാരിക്കുക, എന്റെ കസിനാണ്. ഓക്കെ, എങ്ങനെ വരും? എന്റെ അച്ഛൻ, പേരന്റ് ചൈൽഡ്, അച്ഛന്റെ സഹോദരൻ, സിബ്ലിങ്സ്, സഹോദരന്റെ മകൻ, അഗെയിൻ പേരന്റ് ചൈൽഡ്. മനസ്സിലായോ? സോ ഇനി എത്ര വലിയ ബന്ധമാണെങ്കിലും നമുക്ക് വരയ്ക്കാനായിട്ട് ഇവരെ 3 പേരെ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ നമുക്കിനി പയ്യെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നോക്കിയേ, ഹൗ ഈസ് മൈ സിസ്റ്റേഴ്സ് ഗ്രാൻഡ് മദേഴ്സ് only daughters only child related to my father? ശരിക്കും ചോദ്യം കാണുമ്പം അയ്യോ ഇത് വലിയൊരു പ്രശ്നമാണല്ലോ എന്ന് തോന്നുമെങ്കിലും ആക്ച്വലി നമുക്കിന്ന് വരച്ചു നോക്കാം. നമുക്കിത് എന്താ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള പ്രധാന കാര്യം. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും പ്രധാന പോയിന്റ് നമ്മൾ ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നോക്കിയേ, ഹൗ ഈസ് മൈ സിസ്റ്റേഴ്സ്. ഇവിടെ മൈ എവിടെ നിന്ന് തുടങ്ങണം? എന്നി എന്നല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മൈ എന്നുള്ള ആ വ്യക്തിയുടെ മെയിൽ സെക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ നമ്മൾ തൽക്കാലം നമുക്ക് അവിടെ മൈസെൽഫ്, മൈ തന്നെ എഴുതാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മൈസെൽഫ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്സ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തൽക്കാലം സെക്സ് എഴുതുന്നില്ല. മൈ സിസ്റ്റേഴ്സ്, എന്റെ സഹോദരിയുടെ. അപ്പം തൽക്കാലം നമുക്കറിയാം സിബ്ലിങ്സിനെ അല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു, സിസ് എന്ന് എഴുതാം. സിസ്റ്ററുടെ പേരില്ലല്ലോ, സിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം സെക്സ് അറിയാം, എന്താണ്? ഫീമെയിൽ ആണ്. ഓക്കെ, മൈ സിസ്റ്റേഴ്സ് ഗ്രാൻഡ് മദേഴ്സ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഗ്രാൻഡ് മദർ എന്ന് പറയും മുത്തശ്ശി. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 2 മുത്തശ്ശിമാർ വരില്ലേ, അച്ഛൻ വഴിയും വരാം, അമ്മ വഴിയും വരാം. സോ ഇവിടെ ആരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് പറയാവുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്റെ സിസ്റ്ററുടെ മുത്തശ്ശി എന്ന് പറയുമ്പം അത് ഓഫ് കോഴ്സ് എന്റെ മുത്തശ്ശി അല്ലേ. സോ മുത്തശ്ശി എന്ന് പറയുമ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് അച്ഛനും അമ്മയും ആയിക്കോട്ടെ, നമ്മളിവിടെ ഒരു വേക്കൻ്റ് ആയിട്ടൊരു പ്ലേസ് വിടുവാണ്. അത് അച്ഛനും അമ്മയ്ക്കോ അത് അറിയില്ല. അവരുടെ അമ്മ, ഗ്രാൻഡ് മദർ. ഇത്രയും ക്ലിയർ അല്ലേ? ഗ്രാൻഡ് മദർ ഉണ്ട്, സെക്സ് ഫീമെയിൽ. ഇത്രയും ക്ലിയർ അല്ലേ? ഇത് വരച്ചു. ഗ്രാൻഡ് മദേഴ്സ് ഒൺലി ഡോട്ടേഴ്സ് ഒൺലി ചൈൽഡ്. ഇതാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ലൈൻ. നമ്മൾ ഇവിടെ എത്തി. ഈ മുത്തശ്ശിക്ക് ഒരു മകളെ ഉള്ളൂ, ആ മകൾക്കൊരു കുട്ടിയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറെ കുട്ടികളില്ല എന്നാണോ? അല്ല. ഇവിടെ 3 ടേം ഉണ്ട്. ഒൺലി സൺ, ഒൺലി ഡോട്ടർ, ഒൺലി ചൈൽഡ്. ഒൺലി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടി, എന്നാൽ ഒൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മകളെ ഉള്ളൂ, ആൺമക്കൾ വേറെ വരാം. ഒൺലി സൺ എന്ന് പറഞ്ഞാൽ ഒരു മകനേ ഉള്ളൂ, പെൺമക്കൾ വേറെ വരാം. ഇവിടെ ഒൺലി ഡോട്ടർ എന്ന് പറയുമ്പം ആക്ച്വലി ഈ മുത്തശ്ശിക്ക് ഒരു പെൺകുട്ടിയുള്ളൂ, ആ ഡോട്ടർക്ക് ഒരു ചൈൽഡേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പിന്നെ ഈ മുത്തശ്ശിയുടെ ഡോട്ടറുടെ കുട്ടിയായിട്ട് ഈ 2 പേര് വരുമോ? ഇല്ല. കാരണം മുത്തശ്ശിക്കൊരു മകളേ ഉള്ളൂ, ആ മകൾക്ക് ആക്ച്വലി ഒരു കുട്ടിയുള്ളൂ. പക്ഷെ ഇവിടെ ഓൾറെഡി ഈ മൈസെൽഫും സഹോദരിയായിട്ട് 2 പേരുണ്ടല്ലോ. അപ്പം ഇത് ആരായിരിക്കും? മുത്തശ്ശിയുടെ ഒരു മകനായിരിക്കും. ഇത് പെറ്റേണൽ ഗ്രാൻഡ് മദറായി. ഇവർക്കൊരു സഹോദരി കാണും അല്ല, ഇവർക്കൊരു സഹോദരി കാണും. ഞാൻ ഇങ്ങോട്ട് നിൽക്കാം, അതല്ലേ ഇങ്ങോട്ട് സൗകര്യം. ഇവർക്കൊരു സഹോദരി കാണും. ആ സഹോദരിക്ക്
ഒരു ചൈൽഡും ഉണ്ട്. നമുക്ക് തൽക്കാലം ചൈൽഡ് തന്നെ എഴുതാം. ആ ചൈൽഡ് സെക്സ് അറിയില്ല. മനസ്സിലായോ? ഇത്രയും ക്ലിയർ അല്ലേ? ചൈൽഡ് റിലേറ്റഡ് ടു മൈ ഫാദർ. അപ്പൊ ഈ കുട്ടി നമ്മുടെ ഫാദറിനോട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇപ്പൊ മൈ ഫാദർ എന്ന് പറയുമ്പോൾ ഈ മൈസെൽഫിന്റെ ഫാദർ ഇതല്ലേ? ഈ ഒരു വ്യക്തിയോട് ഈ ചൈൽഡ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? നമുക്കറിയാം ഈ ചൈൽഡിന്റെ ഇവിടെ സെക്സ് പറഞ്ഞിട്ടില്ലല്ലേ, ഈ ചൈൽഡിന് സെക്സ് പറഞ്ഞിട്ടില്ല. സെക്സ് പറയാത്തതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ വ്യക്തിയുടെ സഹോദരിയുടെ കുട്ടിയാണല്ലേ. സഹോദരിയുടെ കുട്ടി ആരായിട്ട് വരും? നെഫ്യൂ ആണോ നീസ് ആണോ? കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളൂ, സെക്സ് പറയാത്തതുകൊണ്ട് തന്നെ അത് നെഫ്യൂ ആവും നീസ് ആവും. സോ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. ബ്ലഡ് ഈ നമ്മൾ വരച്ച പടവും അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസറും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിൽ പോയാലോ? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന സിമ്പിൾസ് ആണ് അല്ലേ. എ പ്ലസ് ബി മീൻസ് എ മൈനസ് ബി മീൻസ് എ ഇൻറ്റു ബി മീൻസ് എ ആൻഡ് ബി മീൻസ് അങ്ങനെ പോയിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് വായിച്ച് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് തന്നെ നടക്കാം. സംഭവം വളരെ എന്താ പറയുക, സിമ്പിൾ തന്നെയാണ്. നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് കടന്നാൽ മതി. ഓക്കെ, എം പ്ലസ് എൻ എന്താ പറയുന്നത്? എം പ്ലസ് എൻ പ്ലസ് എന്താ പറയുന്നത്? മീൻസ് ബി പ്ലസ് മീൻസ് സിസ്റ്റർ എന്നാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എ പ്ലസ് ബി മീൻസ് ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ എന്നാ. മനസ്സിലായോ? തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. എ പ്ലസ് ബി മീൻസ് ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എം പ്ലസ് എൻ മീൻസ് എന്താണ്? എൻ ഈസ് ദി സിസ്റ്റർ ഓഫ് എം. വരച്ചു നോക്കാം. എൻ സിസ്റ്റർ ആണ് ആരുടെ? എമ്മിന്റെ. ക്ലിയർ അല്ലേ? എൻ ഈസ് ദി സിസ്റ്റർ ഓഫ് എൻ. സോറി, എൻ ഈസ് ദ സിസ്റ്റർ ഓഫ് എം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്തെന്താണ്? എൻ മൈനസ് ഒ. എന്താ മൈനസ് എന്ന് പറഞ്ഞാൽ മദർ ആണ് അല്ലേ. എ മൈനസ് ബി മീൻസ് എ ഈസ് ദി മദർ ഓഫ് ബി. അപ്പം എൻ മൈനസ് ഒ മീൻസ് എൻ ഈസ് ദി മദർ ഓഫ് ഒ. അപ്പം എൻ ആക്ച്വലി ഒയുടെ അമ്മയായിട്ട് വരും അല്ലേ. എൻ ഈസ് ദി മദർ ഓഫ് ഒ. അപ്പം എൻ ഒയുടെ അമ്മയായിട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒയുടെ സെക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് അത് എഴുതാൻ പറ്റില്ല. ഒന്നുകൂടെ ഒന്ന് കയറ്റി എഴുതണോ? ഒന്ന് കയറ്റി വരയ്ക്കാം അല്ലേ, അതാണ് കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. ഞാൻ മേളിൽ കൊണ്ട് കയറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ എളുപ്പമുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ എഴുതാം. എൻ ഈസ് ദി സിസ്റ്റർ ഓഫ് എം, എൻ ഈസ് ദി മദർ ഓഫ് ഒ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഒ ഇൻറ്റു പി. ഇൻറ്റു പി എന്താ പറയണേ? ഫാദർ ഓഫ് ഒ ഈസ് ദി ഫാദർ ഓഫ് പി എന്നാ പറയുന്നത് അല്ലേ. അവിടെയും തിരിഞ്ഞാട്ടോ വന്നേക്കണേ. എ ഇൻറ്റു ബി മീൻസ് ബി ഈസ് ദി ഫാദർ ഓഫ് എ എന്ന്. അപ്പം ഒ ഇൻറ്റു പി മീൻസ് പി ഈസ് ദി ഫാദർ ഓഫ് ഒ. അപ്പോൾ ഒയുടെ ഫാദർ ആണ് പി എന്ന് പറയുമ്പം ഒയുടെ അമ്മയാണ് എന്നെങ്കിൽ ഈ എന്നിന്റെ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ പി. സെക്സും കിട്ടും. സോ ഒ പി ഈസ് ദി ഫാദർ ഓഫ് ഒ. ക്ലിയർ അല്ലേ? അടുത്തത് പി ആൻഡ് ക്യൂ എന്നാ. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? സൺ ഓഫ്. ഇവിടെ തിരിഞ്ഞിട്ടില്ല. ഇവിടെ എ ആൻഡ് ബി മീൻസ് എ ഇസ് ദി സൺ ഓഫ് ബി. അപ്പം പി ആൻഡ് ക്യൂ മീൻസ് പി ഇസ് ദി സൺ ഓഫ് ക്യൂ. അപ്പം പി ഇസ് ദി സൺ ഓഫ് ക്യൂ എന്ന്. അപ്പം പിയുടെ പേരന്റ് ആയിട്ട് ക്യൂ വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യൂവിന് സെക്സ് പറഞ്ഞിട്ടില്ല കേട്ടോ. പി മകനാന്ന് പറഞ്ഞിട്ടുള്ളൂ, ക്യൂ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മളത് വരയ്ക്കുന്നില്ല. പിന്നെ ക്യൂ പ്ലസ് ആർ. പ്ലസ് മീൻസ് എന്താണ്? ശ്രദ്ധിക്കണം, തിരിഞ്ഞിട്ടുണ്ട്. എ പ്ലസ് ബി മീൻസ് ബി ഇസ് ദി സിസ്റ്റർ എന്നാണ്. അപ്പം ഇവിടെയും ക്യൂ പ്ലസ് ആർ എന്ന് പറയുമ്പോൾ ആർ ഇസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ എന്നാണ്. അപ്പം ക്യൂവിന്റെ സിസ്റ്റർ ആയിട്ട് ആര് വരും? ആറ് വരും. ആറ് സിസ്റ്റർ ആണ്. അവിടെയും ക്യൂവിന്റെ സെക്സ് നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും ചോദ്യത്തിൽ പറഞ്ഞേക്കണ ആ ഒരു കോഡ് നമ്മൾ ഡീകോഡ് ചെയ്തപ്പം കിട്ടിയ ഡയഗ്രാം. ചോദ്യം എന്താണ്? ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു ഒ? ഇവിടെ ഈ റിലേറ്റഡ് എന്ന വാക്ക് വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഈ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ക്യൂ റിലേറ്റഡ് ടു ഒ പറയുമ്പോൾ ആരുടെ ബന്ധം പറയണ്ടേന്ന് മനസ്സിലായോ? ഈ ക്യൂ റിലേറ്റഡ് ടു ആരുടെ ബന്ധം പറയണ്ടേ? ക്യൂ റിലേറ്റഡ് ടു ഒ ഏത് ബന്ധം പറയണ്ടേ? റിലേറ്റഡ് എന്ന് ആരെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അയാളുടെ ബന്ധം പറയണം. ഇവിടെ പറയേണ്ടത് ക്യൂ റിലേറ്റഡ് ടു ഒ. ഓക്ക് ക്യൂ ആരാണെന്നാ. ഇവിടെ കണ്ടാ അറിയാം. ഒ എന്ന് വെച്ചാൽ ഒരു തേർഡ് ജനറേഷൻ ആണ്. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. അപ്പം ഈ ഒയുടെ ആക്ച്വലി അച്ഛന്റെ അച്ഛനോ അമ്മയോ ഒരാളാണ് ക്യൂ. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ. ഇത് ഗ്രാൻഡ് ഫാദർ ആവാം, ഗ്രാൻഡ് മദർ ആവാം. സോ നമുക്ക് ഉത്തരം കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? ഇതും അഗെയിൻ കോഡിംഗ് ആണ്. നേരത്തെ പോലെ തന്നെ സിമ്പിൾ ആയിട്ട്. ശരിക്കും കോഡിംഗ് കണ്ടാൽ നിങ്ങൾ പേടിക്കണ്ട. കാരണം കുറേ ഡയറക്റ്റ് ആയിരിക്കും ചോദ്യങ്ങൾ. കോഡിംഗ് അല്ലെങ്കിലാണ് അവർ കുറച്ച് ട്വിസ്റ്റ് ഒക്കെ വെച്ച് തരുന്നത്. ഇവിടെ നിന്ന് കോഡിംഗ് ആണ്, നേരെ ഇട്ട് പോയാൽ മതി. നിങ്ങൾക്ക് വരച്ച് പോയാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം എ പെർസെൻറ്റേജ് എന്താ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ, സോറി ഇത് കോഡിംഗ് അല്ലേ. നേരെ ചോദ്യം വായിക്കുക. ഹാഷ് ആണല്ലേ, പി ഹാഷസ്. എന്താ ഹാഷസ് എന്ന് പറയുമ്പം പി ഈസ് ദി ഡോട്ടർ ഓഫ് എസ്. സോ നമുക്ക് ചുമലമശി എടുക്കാം
അല്ലെങ്കിൽ ചോദ്യം ഇതും ഒരുപോലെ ആവില്ലേ? ഓക്കെ, പി ഇസ് ദി ഡോട്ടർ ഓഫ് എസ്. അപ്പൊ എന്ത് വരും? പി എസിന്റെ ഡോട്ടർ ആണ്. ഓക്കെ, എസ് ആൻറ്റി, ആൻറ്റി എന്ന് പറയുമ്പം എ ഇസ് ദി സൺ, അപ്പം എസ് ഇസ് ദി സൺ ഓഫ് ടി. അപ്പൊ എസ് മകനാണ്, ടിയുടെ സൺ ആണ്. അപ്പൊ തന്നെ 3 ജനറേഷൻ കിട്ടി കേട്ടോ. പിന്നെ ടി പെർസെൻറ്റേജ് യു, പെർസെൻറ്റേജ് യു എന്ന് പറയുമ്പം ഹസ്ബൻഡ് ഓഫ് യു, ടി ഇസ് ദി ഹസ്ബൻഡ് ഓഫ് യു. അപ്പോൾ യുവിൻ്റെ സെക്ഷൻ കിട്ടിയേ. പിന്നെ യു സ്റ്റാർ ക്യൂ, യു സ്റ്റാർ ക്യൂ എന്ന് പറയുമ്പോഴേക്കും യു ഇസ് ദി മദർ ഓഫ് ക്യൂ എന്ന് വരില്ലേ? യു ഇസ് ദി മദർ ഓഫ് ക്യൂ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, യു ആണ് അമ്മ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ എടുത്ത് ക്യൂവിനെ വരക്കേണ്ട ആവശ്യമുണ്ടോ? ക്യൂവിൻ്റെ അമ്മയിലെന്ന് പറഞ്ഞ് വേണോ? വേണ്ട. കാര്യം എന്തുകൊണ്ടാ? ഓൾറെഡി നമുക്കറിയാം ഈ യുവിൻ്റെ ഹസ്ബൻഡാണ് ടി, ടിയുടെ മകനാണ് എസ് എങ്കിൽ തീർച്ചയായിട്ടും യു സ്റ്റാർ ക്യൂ എന്ന് പറയുമ്പോൾ യു ഇസ് ദി മദർ ഓഫ് ക്യൂ ആണെങ്കിൽ എന്ത് വരും? എസിന്റെ സഹോദരനായിട്ട് ആര് വരും? ഈ ക്യൂ വരുമല്ലോ. മനസ്സിലായില്ലേ? സോറി, സഹോദരനായിട്ടെന്നല്ല, എസിന്റെ സിബ്ലിംഗ് ആയിട്ട്, ആ സഹോദരൻ സഹോദരി ആവാലോ. അങ്ങനെ അടുത്തത് ക്യൂ പെർസെൻറ്റേജ് ആർ. എന്താ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഓഫ് ആർ. അപ്പം ക്യൂ ഇസ് ദി ഹസ്ബൻഡ്. അപ്പം മനസ്സിലായി, ക്യൂവും മെയിലാണ്, 6 വരും, 6 ഫീമെയിലാണ്. സോ നമ്മൾ ഈ കോഡ് ഡീകോഡ് ചെയ്തപ്പം നമുക്ക് ഈ പടം കിട്ടിയത് അല്ലേ? നമുക്കിനി നേരെ കാര്യത്തിലേക്ക് പോകാം. ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ആർ? ഇവിടെ ആരുടെ ബന്ധം പറയണ്ടേ? ടിയുടെ ബന്ധം പറയണം. എങ്ങനെയാണ് ടി ആറിന് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആരാ ആറിന്റെ ടി? ആറിനെ സംബന്ധിച്ച് ആറിന്റെ ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ അച്ഛനല്ലേ ടി? അല്ലേ? അങ്ങനെ വരും. ഹസ്ബൻഡ് അച്ഛൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് ഫാദറിലോ വരും. സോ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? നീലിമ introduced Kiran to her friend. He is the son of the only daughter of my father's wife. How is Neelima related to Kiran? ഇത് ആക്ച്വലി കാണുമ്പോൾ നമുക്കൊരു ഇതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. ഇപ്പൊ നീലിമ ഇൻട്രൊഡ്യൂസ്ഡ് കിരൺ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരാൾ പറയുന്ന കാര്യം അല്ലേ? ഇവിടെ നീലിമ പറയുവാണ്. ഇവിടെ 2 പേരുണ്ട്, നീലിമയുണ്ട്, കിരൺ ഉണ്ട്. അപ്പൊ നീലിമ കിരണെ കാണിച്ചുകൊണ്ട് ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് അല്ലേ? എന്താണ് സംഭവം? ഹി ഈസ് ദി സൺ ഓഫ്, ഹി എന്ന് പറയുന്നത് കിരൺ ആണ്. ഓക്കെ, സൺ ഓഫ് ദി ഒൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഇവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എപ്പോഴും തെറ്റുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നോക്കിയേ. ഹി ഈസ് ദി സൺ ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? എന്നാൽ കിരണിയും തുടങ്ങിയേക്കാന്ന് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. ഇവിടെ തുടങ്ങേണ്ട ആൾ എവിടെ നിന്നാ? സൺ ഓഫ് ദി ഒൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ശരിക്കും തുടങ്ങേണ്ട പോയിന്റ് ഇതാ. സോറി, ഓക്കെ, മൈ ഫാദേഴ്സ് വൈഫ്. ശരിക്കും നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ എലമെന്റ്സ് ബിൽഡ് ചെയ്യേണ്ടത്. മനസ്സിലായി? നമ്മൾ അല്ല ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഹി ഈസ് ദി സൺ ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് തുടങ്ങി ഒന്നും തുടങ്ങാൻ പറ്റില്ല, തുടങ്ങാൻ പാടാണ്. പിന്നെ നമുക്ക് കണ്ണുകൾ ചേർക്കാൻ പാടാ. പക്ഷെ ഇവിടെ നോക്കിയേ, മൈ ഫാദേഴ്സ് വൈഫ്. ഈ മൈ എന്ന് പറഞ്ഞ ആരാണ്? നീലിമ അല്ലേ? സോ നീലിമ മൈ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നീലിമയുടെ സെക്സ് അത് മെയിലാണോ ഫീമെയിൽ ആണെന്നോ? ഈ നീലിമ എന്ന പേരുള്ളതുകൊണ്ട് നമുക്കതിനെ ഒരു ഫീമെയിലായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നീലിമേനെ ഒരു ഫീമെയിലായിട്ട് കാണുന്നത് നീലിമ എന്നുള്ള പേരുള്ളതുകൊണ്ടല്ല, പകരം ഹെർ ഫ്രണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഇവിടെ ഹെർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ്. അല്ലാതെ നീലിമ എന്ന പേര് കേട്ടപ്പോഴേക്കും ഓക്കെ നീലിമയല്ലേ ഗേൾ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കറിയാം നീലിമ ഫീമെയിൽ ആണ്. മൈ ഫാദേഴ്സ്, അപ്പൊ നീലിമയുടെ ഫാദർ. ഓക്കെ, നമ്മൾ ഫാദർ എന്ന് എഴുതാം. മൈ ഫാദേഴ്സ് വൈഫ്, അത് നീലിമയുടെ അമ്മ അല്ലേ? എന്താ പറയണേ? അപ്പൊ ഇത് എഴുതി, മൈ ഫാദേഴ്സ് വൈഫ് എഴുതി. എന്താ പറയണത്? ഹീസ് ദി സൺ ഓഫ് ദി ഒൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. അപ്പം ഈ ഫാദേഴ്സ് വൈഫിന്, ആ നീലിമയുടെ അമ്മയ്ക്ക് ഒൺലി ഡോട്ടർ, ഒരു മകളേ ഉള്ളൂ. മനസ്സിലായോ? ഹീസ് സൺ ഓഫ് ദി ഒൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. അപ്പം നീലിമയുടെ ഫാദേഴ്സ് വൈഫിന്, നീലിമയുടെ അമ്മയ്ക്ക് ഒരു മകളേ ഉള്ളൂ. ഓഫ് കോഴ്സ് അത് ആരായിരിക്കും? നീലിമയായിരിക്കും. പിന്നെന്താ പറയണത്? ഹീസ് ദി സൺ ഓഫ് ദി ഒൺലി ഡോട്ടർ. അപ്പം നീലിമയുടെ അമ്മയ്ക്ക് ഒരു മകളേ ഉള്ളൂ, അത് നീലിമയാണ്. ആ നീലിമയുടെ മകനാണ് ആര്? ഹീസ് ദി സൺ എന്ന് പറഞ്ഞാൽ നീലിമയുടെ മകനാണ് ആ ഹി ആരാണ്? കിരൺ. സോ നീലിമയുടെ മകനാണ് ആര്? കിരൺ. മനസ്സിലായോ? സൺ ആയതുകൊണ്ട് പ്ലസ്. മനസ്സിലായോ? ചോദ്യം ഇതാണ്, ഹൗ ഈസ് നീലിമ റിലേറ്റഡ് ടു കിരൺ? നോക്കിയാൽ അറിയാം ആരാണ് നീലിമ. ഇസ് ദി മദർ ഓഫ് കിരൺ. സോ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, സിരീഷ് ഈസ് രാഹുൽസ് ബ്രദർ.
ഹർഷിത ഈസ് അശോക് സിസ്റ്റർ. ഞാൻ ചോദ്യം മൊത്തം വായിക്കുന്നില്ല, കാരണം നമുക്ക് ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട കേസ് എവിടെ നിന്ന് തുടങ്ങണം, അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ വേറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല, നമുക്ക് സിരീഷിൽ നിന്ന് തുടങ്ങാം അല്ലേ. സിരീഷ് ഈസ് രാഹുൽസ് ബ്രദർ. സോ നമുക്ക് തൽക്കാലം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വെറുതെ സിരീഷ് എന്ന് മൊത്തം എഴുതണ്ട, എസ് എന്ന് എഴുതിയാൽ മതി. അപ്പം സിരീഷ് ഈസ് രാഹുൽസ് ബ്രദർ. അപ്പം സിരീഷ് ബ്രദർ ആണ് ആരുടെ? രാഹുലിന്റെ. എഴുതി, ക്ലിയർ അല്ലേ? ഇനി ഹർഷിത ഈസ് അശോക് സിസ്റ്റർ. പക്ഷെ ഇവിടെ ഹർഷിത ഇല്ല, അശോകും ഇല്ല, സോ നമ്മുടെ തൽക്കാലത്തേക്ക് അവൾ എഴുതുന്നില്ല. പിന്നെ പറയുവാണ് രാഹുൽ ഈസ് ഹർഷിത സൺ. രാഹുൽ സൺ ആണ് ആരുടെ? ഹർഷിതയുടെ. ഇനി നമുക്ക് സെക്കൻഡ് ലൈൻ വായിക്കാം. ഹർഷിത ഈസ് അശോക് സിസ്റ്റർ. അശോകിന്റെ സിസ്റ്റർ ആണ് ആര്? ഹർഷിത. സോ അശോക് ഇവിടെ വരും, ഹർഷിത ഫീമെയിൽ. ഓക്കെ അല്ലേ? ചോദ്യം ഇതാണ്, ഹൗ ഈസ് സിരീഷ് റിലേറ്റഡ് ടു ഹർഷിത? ഹർഷിതയ്ക്ക് സിരീഷ് ആരാണ്? ആരാണ്? ഹർഷിതയുടെ മകനാണല്ലേ, കാരണം ഹർഷിതയുടെ മകനായിട്ട് രാഹുൽ സഹോദരൻ എന്ന് പറയുമ്പം ഹർഷിതയുടെ മകനാണ് സിരീഷ്. സോ ഓപ്ഷൻ 3 സൺ ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, എക്സ് ഈസ് ദി ഓൺലി ഡോട്ടർ ഓഫ് വൈ, സെഡ് ഈസ് ദി ബ്രദർ ഓഫ് വൈ ആൻഡ് കെ ഈസ് ദി സൺ ഓഫ് സെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യുക? വേറെ ട്വിസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ഫ്രം സ്റ്റാർട്ടിങ് തന്നെ വരച്ചു പോവാം. എക്സ് ഈസ് ദി ഓൺലി ഡോട്ടർ ഓഫ് വൈ. വൈയുടെ ഒരേ ഒരു മകളാണ് എക്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ നല്ല അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വേറെ ആൺമക്കൾ വേറെ വരാം. അപ്പോൾ എക്സ് ഈസ് ദി ഓൺലി ഡോട്ടർ ഓഫ് വൈ. അപ്പം വൈയുടെ ഒരേ ഒരു ഡോട്ടർ ആണ്, മകളാണ് എക്സ്. ഓക്കെ അല്ലേ? സെഡ് ഈസ് ദി ബ്രദർ ഓഫ് വൈ. വൈയുടെ ഒരു ബ്രദർ ആണ് ആര്? സെഡ്. ഓക്കെ. ആൻഡ് കെ ഈസ് ദി സൺ ഓഫ് സെഡ്. സെഡിന്റെ മകനാണ് കെ. ഓക്കെ. ഹൗ ഈസ് കെ റിലേറ്റഡ് ടു എക്സ്? എങ്ങനെയായിരിക്കും? കണ്ടാലേ അറിയാം, അവര് കസിൻസ് ആണല്ലേ. സോ ഓപ്ഷൻ 1 കസിൻ ഈസ് ദി ആൻസർ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സംഗതി വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ഒരു ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത എക്സാംസ് പൊതുവെ കാണാറില്ല. അത് മാത്രമല്ല പഠിക്കാനും വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ശരിക്കും ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആക്ച്വലി പ്രിലിംസ് ഒക്കെ ആണെങ്കിൽ മിനിറ്റ്സ് വേണ്ട, സെക്കൻഡ്സ് മതി അല്ലേ. അതും ചോദിച്ചാൽ മിനിമം 3 മാക്സിമം 5, അതാണ് കണക്ക്. സോ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതല്ല ചോദ്യങ്ങൾ, ഇതിനേക്കാൾ കൂടുതലുണ്ട്. നമ്മൾ കുറച്ച് PYQs എടുത്ത് ചെയ്തേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.